ആരാടാ അത്? ഉള്ളിലെ സംഘർഷം വാക്കുകളിൽ പടരാതിരിക്കാൻ റിമി അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ടെന്ന് മിഥുന് മനസ്സിലായി. അതൊക്കെ പിന്നീട് അന്വേഷിക്കാം റിമി, ഇപ്പോൾ നീ ഇങ്ങ് വാ. ആ കൂട്ടത്തിൽ നിന്നും അവളെ കൊണ്ടുപോവാൻ മിഥുൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. നീ വിട്ടേ മിഥു, ഞാൻ ഇവരോടല്ലേ ചോദിക്കുന്നത്. അതിന് നിനക്കെന്താ പ്രശ്നം? നീ നിന്റെ റൂമിലേക്ക് പോയിക്കോ, അതിന് ഞാനെന്തിനു വരണം? റിമിയുടെ മുഖത്ത് കാണുന്ന ദേഷ്യം മിഥുനെ അസ്വസ്ഥത കെടുത്തി. അതിനി ആരായാലും നിനക്കെന്താ റിമി? നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ലല്ലോ. ഇവിടെ അങ്ങനെ പലരും ഉണ്ടാകും. അതെല്ലാം ഞാനും നീയും അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ലല്ലോ. നീരസത്തോടെ പറയുന്ന മിഥുൻ്റെ നേരെ റിമി തുറച്ചു നോക്കി. നിനക്കറിയണ്ടായിരിക്കും മിഥുൻ, പക്ഷെ അതിലേക്ക് നീ എന്നെ കൂടി വലിച്ചു ചേർക്കുന്നത് എന്തിനാ? റിമി അവനെ പിടിച്ചുലച്ചു. കൂടി നിൽക്കുന്നവരുടെ ശ്രദ്ധ അവരിലേക്ക് നീളുന്നത് കണ്ട് മിഥുൻ റിമിയുടെ കൈ എടുത്തു മാറ്റി. നിനക്ക് എന്താ റിമി, തീരെ കോമൺ സെൻസ് ഇല്ലേടി? ഇതൊരുമാതിരി ചീപ്പ് ഷോ ആയി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടത്തെ ആരുമല്ല, ഗസ്റ്റ് അത്രമാത്രം. അതെങ്കിലും നീ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ റിമിയെ ഒന്നുകൂടി തുറച്ചു നോക്കിക്കൊണ്ട് മിഥുൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ പോയ വഴിയെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് റിമി നല്ലൊരു ചിരിയോടെ സാവിത്രിയുടെ നേരെ ചെന്നു. എന്താ ആൻറ്റി ഇവിടെ ഉണ്ടായേ? സാവിത്രിയുടെ തോളിൽ പിടിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് ആദ്യം ഒരു തുറച്ചു നോട്ടമാണ് മറുപടിയായി കിട്ടിയത്. അല്ല, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. റിമി ഒന്നുകൂടി സാവിത്രിയുടെ തോളിൽ തട്ടി. എനിക്ക് കണ്ണനോട് ചോദിച്ചാൽ മതി, പക്ഷേ അവൻ പറയുമ്പോൾ അതിൻ്റെ ആ ഭംഗി കിട്ടില്ല ചിലപ്പോൾ. നിങ്ങളാകുമ്പോൾ എനിക്ക് വിശ്വാസവുമാണ്. അവരെയെല്ലാം നോക്കി നല്ലൊരു ചിരിയും പാസാക്കി റിമി അത് പറയുമ്പോൾ കടുത്ത മുഖങ്ങളിലൊക്കെയും ചെറിയൊരു അയവ് വന്നു തുടങ്ങിയിരുന്നു. റിമി ഗൂഢമായൊരു ചിരി ചുണ്ടിൽ തന്നെ ഒളിപ്പിച്ചു പിടിച്ചു. നിങ്ങൾ എന്നോട് കള്ളം പറയില്ലെന്നൊരു തോന്നൽ. മാത്രമല്ല, ഇത്തിരി നേരത്തെ പരിചയം മാത്രമുള്ളൂ എങ്കിലും എൻ്റെ ആരൊക്കെയാണ് നിങ്ങളെന്ന് ഞാൻ മിത്തുവിനോട് പറയുകയും ചെയ്തു. എൻ്റെ ലൈഫിൽ നിങ്ങളെപ്പോലെയുള്ളവരെ ഞാനും ആദ്യമായിട്ട് കാണുകയാ. അവർക്കുള്ളിലേക്ക് റിമി അവസാനത്തെ അമ്പും തൊടുത്തു വിട്ടു. എല്ലാത്തിനും കാരണം അവളാ, ആ ചീതാലക്ഷ്മി. റിമിയുടെ ആ പരിശ്രമം വെറുതെയായില്ല എന്നതിന് തെളിവായി ആദ്യം ശബ്ദം വെച്ച് തുടങ്ങിയത് രാജിക്കാണ്. ആര്യയെ തഴഞ്ഞുകൊണ്ട് കണ്ണൻ സീതയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ ചുരുക്കമുണ്ടായിരുന്നു അവരത് പറയുമ്പോൾ. രാജി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും റിമി ഒന്ന് ചിരിച്ചു. പുകയുന്ന മനസ്സ് അവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. അവൾ അവരെ നോക്കി വീണ്ടും ചുണ്ടു ചുളുക്കി. എൻ്റെ മോളെ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഭാമ ചുണ്ടുകൂട്ടി. പറയാതെ പിന്നെ ഞാനെങ്ങനെ അറിയും? വീണ്ടും റിമി പരിഭവം പറഞ്ഞു. മോളെ പോലുള്ള തറവാട്ടിൽ പിറന്നവർക്കൊന്നും കേൾക്കാൻ പറ്റിയ കഥയല്ല ആ സീതാലക്ഷ്മിയെക്കുറിച്ച് പറയാനുള്ളത്. സാവിത്രി റിമിയെ ഒന്ന് തഴുകി തലോടി. ആരാ ഈ സീതാലക്ഷ്മി? എത്ര ശ്രമിച്ചിട്ടും കണ്ണൻ സ്നേഹത്തോടെ സീതയെ നോക്കിയ കാഴ്ചയുടെ ഓർമ്മകൾ റിമിയെ പരുക്കനാക്കി. അവൻ്റെയും അവളുടെയും മനസ്സിൽ അവൾ ഇവിടുത്തെ കൊച്ചുതമ്പുരാട്ടിയാണ്. പക്ഷേ ആ നാശം പിടിച്ചവൾ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമാണ്. ശ്രീനിലയത്തിലെ ശമ്പളം പറ്റുന്ന അനേകം ജോലിക്കാരിൽ ഒരുവൾ മാത്രം. സീതയെ ചുട്ടുകൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഭാമ അത് പറയുമ്പോൾ ആ മുഖത്ത് നിറയെ. റിമിയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നി. ഓ, അപ്പോൾ ആ സിമ്പതിയാവും കണ്ണന്. പൊതുവെ അവനിത്തിരി സഹതാപവും സഹായവും കൂടുതലാണെന്ന് തോന്നാറുണ്ട്. ഇതും അത്ര തന്നെ. അവളുടെ മുഖം തെളിഞ്ഞു. അത്രേ ഉള്ളൂ. പക്ഷേ കണ്ണൻ അവളെ എന്തിനാ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സെർവൻസിനെ അവരുടെ സ്ഥാനത്ത് നിർത്തണമെന്ന് അറിയില്ലേ അവന്? റിമി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അത് മോള് സൗകര്യം പോലെ കൂട്ടുകാരനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക്. അവളുണ്ടല്ലോ, വെറും പിഴയാ. വലിയ വീട്ടിലെ ചെക്കന്മാരെ വശീകരിച്ച് പിടിക്കാൻ മിടുക്കിയാണ്. റിമിയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സാവിത്രി സ്വകാര്യം പോലെ പറഞ്ഞു. അയ്യേ, എന്നിട്ടും അടിച്ചോടിക്കേണ്ടതിന് പകരം നിങ്ങൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തുകയാണോ? മോശമായി പോയി, വളരെ മോശമായി പോയി. നിങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. സീതയെ പുകച്ച് ചാടിക്കേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണെന്ന് ഇതിനോടകം തന്നെ റിമി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അവിടെ അതിനുള്ള സഹായം ഇവരെ കൊണ്ടേ ചെയ്തു തരാൻ കഴിയൂ എന്ന് അവൾക്ക് തോന്നി. ഇനിയിപ്പോൾ ഇവരെ കൂട്ടുപിടിച്ചാലേ വല്ലതും നടക്കൂ. മോഹിച്ചത് നേടിയെടുക്കാൻ റിമി ഏതറ്റം വരെയും പോകും. എന്തു ചെയ്യും? അവളുടെ കൈകൾ ചുരുണ്ടുകൂട്ടി മുഖം വലിഞ്ഞു മുറുകി. മോള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. രാജിക്ക് നല്ലതുപോലെ സങ്കടമുണ്ടായിരുന്നു അത് പറയുമ്പോൾ. റിമി ഒന്നും മിണ്ടാതെ പോയിട്ട് സോഫയിലിരുന്നു. ഞങ്ങൾ പരമാവധി അവളെ ഇവിടുന്ന് പുകച്ചു ചാടിക്കാൻ നോക്കിയതാ മോളെ. പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് തന്നെ പാരയായി തീർന്നു.
ഇച്ഛാഭംഗത്തോടെ സാവിത്രിയുടെ കുറ്റസമ്മതം. റിമിക്ക് പുച്ഛം തോന്നി. എന്നിട്ടും അവളത് ചിരിയിൽ ഒളിപ്പിച്ചുകൊണ്ട് അവരെ നോക്കി. അത് നിങ്ങൾക്ക് നല്ലതുപോലെ കളിക്കാൻ അറിയാഞ്ഞിട്ടാ. അവൾ ഗൂഢമായ ചിരിയോടെ അവരെ നോക്കി. ഞാൻ സഹായിക്കട്ടെ നിങ്ങളെ? റിമിയുടെ ചോദ്യം കേട്ട് അവർ പരസ്പരം നോക്കി. എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഞാനെൻ്റെ പാട്ടിന് പോകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ ആരൊക്കെയോ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ സമ്മതിച്ചു തരുമെങ്കിൽ മാത്രം. സമ്മതം മാത്രം പോരാ, സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇനി സീതാലക്ഷ്മിക്കെതിരെ കളിക്കുന്ന കളിയിൽ വിജയം നിങ്ങൾക്കായിരിക്കും. എന്ത് പറയുന്നു? വന്യമായി തിളങ്ങുന്ന കണ്ണോടെ റിമി അവരെയെല്ലാം ഒന്ന് നോക്കി. മുത്തശ്ശി അന്വേഷിക്കും. ഞാൻ പോന്നിട്ട് ഒത്തിരി നേരമായി. കണ്ണലിൽ നിന്നും കുതറിമാറി സീത പറഞ്ഞു. കണ്ണൻ ചിരിച്ചുകൊണ്ടവളെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. വിട്ടേ കണ്ണേട്ടാ, നേരം പോണ്. അവൾ വീണ്ടും അവൻ്റെ കൈ വിടിയിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ അനങ്ങുന്നത് പോലുമില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സീത കണ്ണുരുട്ടി. അതെനിക്ക് കാണണം. എൻ്റെ സീതാലക്ഷ്മി ദുർഗാലക്ഷ്മി ആവുന്ന ആ പരകായ പ്രവേശം എനിക്ക് ഇത്രയും അടുത്ത് നിന്നിട്ട് കാണണം. വേഗമായിക്കോട്ടെ. അവൻ അതും കുസൃതിയാണ്. പ്ലീസ്, സീത വീണ്ടും കീണു പറഞ്ഞു. സത്യം പറയാലോ, എനിക്ക് നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല. മനസ്സിലുള്ളത് കണ്ണൻ അതുപോലെ പറഞ്ഞു. സീത അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയമാണ്, സർവത്ര പ്രണയം. ആ പ്രണയക്കടലിൽ ആവോളം നീന്തി തുടിച്ച് കയറിയ നിർവൃതിയിൽ അവളങ്ങനെ ലയിച്ചു നിന്നുപോയി. ഇനി എപ്പോഴാ കാണുന്നേ? കണ്ണൻ വീണ്ടും മൃദുവായി ചോദിച്ചു. ഞാൻ അമേരിക്കയിലോട്ട് ടൂർ പോവുകയല്ല, മുത്തശ്ശിയുടെ മുറിയിലുണ്ടാകും. സീത ചിരിയോടെ പറഞ്ഞു. ഛേ, നശിപ്പിച്ചു. കണ്ണൻ അവളെ വിട്ടിട്ട് സ്വന്തം നെറ്റിയിലടിച്ചു. നല്ലൊരു റൊമാൻറ്റിക് ഡയലോഗിനെയാണ് നീ കൊന്നു കൊല വിളിച്ചത്, ദുഷ്ടേ. കണ്ണൻ അവളെ നോക്കി കണ്ണുരുട്ടി. കിണ്ണൻ വെറും പഞ്ചാരയായി പോകുന്നുണ്ട് കേട്ടോ, സീത ചിരിയോടെ ഓർമ്മിപ്പിച്ചു. പ്രണയം പഞ്ചാരയാണെങ്കിൽ യെസ്, ഞാനത് സ്വീകരിക്കാം. സന്തോഷത്തോടെ കണ്ണൻ മനോഹരമായി ചിരിച്ചു. ഈ ചിരിയൊക്കെ പോവും കണ്ണേട്ടാ. ചാടിക്കടക്കേണ്ട കടമ്പകൾ അനേകമാണ്, സീത ഓർമ്മിപ്പിച്ചു. നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് മുന്നിലെ തടസ്സങ്ങളത്ര നിസ്സാരമാണെൻ്റെ സീതാലക്ഷ്മി. കണ്ണൻ അപ്പോഴും ചിരിച്ചു. പോട്ടെ, മുത്തശ്ശി ആദ്യം പിടിച്ചിട്ടുണ്ടാവും. ലല്ലുമോളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടിറങ്ങിയ ഞാനാണ്. പറഞ്ഞു തീർന്നപ്പോൾ സീതയിലും ചിരി. നീയാണ്? ബാക്കി പറ. കണ്ണൻ വീണ്ടും അവളുടെ അരികിലേക്ക് ചെന്നു. ഒന്നുമില്ല. അവളെ വേഗം ലല്ലുവിൻ്റെ അരികിലേക്ക് ചെന്നു. കുഞ്ഞവിടെ കിടന്നോട്ടെ, ഉണരുമ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കാം, കണ്ണൻ പിറകിൽ നിന്നും പറഞ്ഞു. കണ്ണേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? അത് ഞാനങ്ങ് സഹിക്കും. കൈകെട്ടി നിന്നിട്ട് അവൻ പുരികം പൊക്കി. കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലേ? ഉവ്, കണ്ടില്ലേ? സീത ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. അതിനെ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നുവല്ലോ. പക്ഷേ എന്നെ കൃത്യമായി കണ്ടല്ലോ. കണ്ണന് വീണ്ടും കുസൃതി. സീത ഒന്നും മിണ്ടാതെ കണ്ണുരുട്ടി കാണിച്ചു. ഉത്തരം പറയടി ഉണ്ടക്കണ്ണി. പറയട്ടെ? പറഞ്ഞു. കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. എനിക്ക്? നിനക്ക്? കണ്ണൻ പതിയെ സീതയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എനിക്കുണ്ടല്ലോ. സീതയുടെ മുഖത്തെ ചിരിയിലേക്ക് കണ്ണൻ സന്തോഷത്തോടെ നോക്കി. ഇത്രയും തെളിഞ്ഞ മുഖത്തോടെ ഈ സീതാലക്ഷ്മിയെ കണ്ടിട്ടില്ലെന്ന് തോന്നി അവന്. ആ പറയേണ്ട സീതാലക്ഷ്മി. കണ്ണൻ കൈനീട്ടി പിടിക്കും മുന്നേ സീത തെന്നി മാറി. കണ്ണൻ മീശ തടവിക്കൊണ്ട് സീതയുടെ നേരെ കുറുമ്പോടെ നോക്കി. എനിക്കിപ്പോഴും ഹരിയേട്ടനെയാണ് കൂടുതൽ ഇഷ്ടം. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് നിന്നിട്ട് സീത കണ്ണനെ നോക്കി. കേട്ടിട്ടുണ്ട്. കണ്ണൻ തലയാട്ടി ചിരിച്ചു. കണ്ണേട്ടന് ഒന്നും തോന്നിയില്ലേ? അപ്പോ നിനക്കാ കരിയെ ഇഷ്ടമായിട്ടല്ല, കണ്ണേട്ടനെ ജലസി അടിക്കുന്നു എന്നറിയലാണ് മെയിൻ ഉദ്ദേശം അല്ലേടി? കണ്ണൻ സീതയെ നോക്കി കണ്ണുരുട്ടി. അതൊന്നുമല്ല, എനിക്ക് ഹരിയെ ഇഷ്ടമാണ്. സീത പിന്നെയും പറഞ്ഞു. എനിക്കും. കണ്ണൻ കണ്ണു ചിമ്മി കാണിച്ചു. സീത അവനെ നോക്കി മുഖം ചുളിച്ചു. ആ സത്യം, എൻ്റെ പെണ്ണിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ആ ഹരിപ്രസാദിനെ എനിക്കും ഒരുപാട് ഇഷ്ടമാണെന്നാ ഞാൻ പറഞ്ഞത്. കണ്ണനത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും സീതയുടെ കണ്ണ് നിറഞ്ഞു. അത് പക്ഷേ തീർച്ചയായും സന്തോഷം കൊണ്ടായിരുന്നു.